നമ്മുടെ DGP പറഞ്ഞു കേട്ടോ, സ്വർണം പിടിക്കുന്നതാണ് തുടരും. ബഹുമാനായ മുഖ്യമന്ത്രിയും പറഞ്ഞു ഇതൊന്നും നിർത്താൻ പറ്റത്തില്ല, പോലീസ് ഇനിയും സ്വർണം പിടിക്കണം, നല്ലതാണ്. പക്ഷേ കാരണം സ്വർണം പിടിച്ചാലല്ല സ്വർണം കിട്ടുള്ളൂ, അത് കറക്റ്റാണ്. അല്ല, സ്വർണം പിടിക്കണം പറ്റുന്നത്. അത് ഈ പൊട്ടിയിരുന്ന് പറയുന്നതാവരുത്, സ്വർണം പൊട്ടിക്കുന്ന എന്ന് പറയുന്നതാവരുത്, അത്രയേ ഉള്ളൂ. പക്ഷേ മാത്രമല്ല, ഇവർക്ക് വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് പോയി നിന്ന് സ്വർണം പിടിക്കുമ്പോൾ ഇവരൊന്ന് ചിന്തിക്കണം. ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടാണല്ലോ ഇവർ പിടിക്കുന്നത്. ഈ ഇൻഫർമേഷൻ ഇവർ കസ്റ്റംസിന് പാസ് ഓൺ ചെയ്യാത്തത് വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് കേരള പോലീസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി, ഇതുപോലെ ഒരാൾ സ്വർണം ഇതുപോലെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഹവാലപ്പണം കൊണ്ടുവരുന്നു എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇത് കസ്റ്റംസിനെ ഇൻഫോം ചെയ്യണം. അത് ഇവരുടെ ബാധ്യതയാണ്. അതിന് കസ്റ്റംസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന വിവരം വെച്ചുകൊണ്ട് പിടിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ അറിഞ്ഞൂടാ. കാരണം വേലി വിളവ് തിന്നുന്ന ഒരവസരമാണ്, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. പണ്ട് കസ്റ്റംസ് ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇപ്പം കസ്റ്റംസിന് ഇതിപ്പോൾ അത്രത്തോളം അത്യാധുനികമായ സ്കാനർ മെഷീൻസ് ഒക്കെ ഉള്ളതാണ് കരിപ്പൂർ എയർപോർട്ട്, ധാരാളമുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു തരി സ്വർണം കൊണ്ടുവന്നാലും അതിലറിയാൻ പറ്റും. അവരറിഞ്ഞിട്ടേ ഇത് വെളിയിലോട്ട് പോവുള്ളൂ. അപ്പോൾ കസ്റ്റംസ് അത് പിടിക്കുന്നില്ല, നേരെ അത് ഇനി പോലീസ് അങ്ങ് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ച് അവർക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് പല നീക്കുപോക്കുകളുണ്ട്. അപ്പോൾ ഈ കസ്റ്റംസിന് നമുക്ക് ഇൻഫർമേഷൻ ഈ കേരള പോലീസ് കൊടുക്കട്ടെ. കേരള പോലീസിന് ഈ പിടിക്കുന്ന സ്വർണത്തിൻ്റെ 20% കിട്ടും, അത് ഉറപ്പാണ്. അത് സെൻട്രൽ ഗവൺമെൻറ് കസ്റ്റംസ് തന്നെ കൊടുക്കണ്ടേ, 20% കിട്ടും, അത് നല്ലതല്ലേ. അപ്പം അതിന് ഇത് കസ്റ്റംസിലോട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് അത് കസ്റ്റംസിനെ അങ്ങ് ഏൽപ്പിക്കല്ലേ ചെയ്യേണ്ടത്. ഈ സ്വർണ്ണം ഈ പേരുദോഷം ഉണ്ടാക്കാൻ പോകേണ്ട കാര്യം എന്താ? എന്നിട്ട് അത് പറഞ്ഞേക്കുക ഇവിടുന്ന് പിടിച്ചു ഭയങ്കര പിടിപ്പാണ് നടക്കുന്നത് എന്ന് പറയുന്നു. ഏതായാലും DGP ഒക്കെ ഇത് അറിയാൻ വയ്യാതെ ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞെടുക്കണം. കാരണം സ്വർണം പിടിക്കുന്നത് വലിയ കാര്യമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഈ സ്വർണത്തിൽ തൊടുന്നവരെല്ലാം, അതായത് ഇപ്പം ശർക്കര കൊടുത്തി കൈയിട്ടാൽ നക്കാത്തോടുണ്ടോ എന്നൊന്നും വിചാരിച്ചാൽ മതി. അത് ഈ സ്വർണത്തിൽ തൊടുന്നവരെല്ലാം കള്ളന്മാരായിട്ട് മാറും പലപ്പോഴും. അങ്ങനെ വരുന്നത് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് ഈ സ്വർണ്ണക്കളി ഉണ്ടല്ലോ, അത് കുറേ നാളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് കിടന്ന് അടിക്കുന്ന കാര്യമാണ്. അതങ്ങ് നിർത്തണം, അത് വേണ്ട. ഈ വിവരം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കസ്റ്റംസിനെ ഇൻഫോം ചെയ്യണം. ഇവരെ പിടിച്ച് കസ്റ്റംസിനെ അന്നേരമേ കൈമാറണം. അല്ലാതെ ഈ സ്വർണം കൊണ്ടുപോയി ഉരുക്കി ഉരുക്കുന്നവൻ്റെ അടുത്ത് നിന്ന് പകുതി എല്ലാം കൂടെ അതിൽ നിന്ന് തട്ടിച്ച് ബാക്കി കൊടുക്കുക, ഇതൊന്നും നല്ലൊരു കാര്യമല്ല. ഇത് പോലീസിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്ന ഒരു കാര്യമാണ്. എന്തിനിത് കൈയിടാൻ പോകുന്നു? കസ്റ്റംസിനെ ഏൽപ്പിച്ചേക്ക്, രേഖാമൂലം കസ്റ്റംസിനെ ഏൽപ്പിച്ചാൽ 20% കമ്മീഷൻ ഇവിടുന്ന് കിട്ടും. അത് മാത്രമല്ല, ഈ നമ്മുടെ നാടിന് ഈ സ്വർണം മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും. അതല്ലേ വേണ്ടത്.